ഹായ് ഫ്രണ്ട്സ്, മന്ത്രി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് 18 പേരെ കൂടി ഉൾപ്പെടുത്തി. ഇന്നലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം 20 കവിഞ്ഞു. 25 വരെ ആകാം. പക്ഷേ മന്ത്രിയാകുന്നതിന് മുമ്പ് താൻ മന്ത്രിയായാൽ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നതാണ്. ആദർശം പറയാൻ വളരെ എളുപ്പമാണ്, പ്രവർത്തിക്കാനാ പ്രയാസം. ഇത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പേഴ്സണൽ സ്റ്റാഫിന് തന്നെ എത്ര വലിയ തുകയാണ് മാറ്റിവെക്കുന്നത്. എന്തുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഡെപ്യൂട്ടേഷന് എടുത്തുകൂടാ? അപ്പോൾ പിന്നെ മന്ത്രിക്കും പാർട്ടിക്കാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ പറ്റുമോ? അർഹതയില്ലാത്തവരെ അത് നടക്കുകയില്ല. അത് തന്നെയാണ് കാര്യം. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോ എന്തോ ഒരു ബഹളമായിരുന്നു. പുതുപ്പണ്ട് പെരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു, ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റുന്നു, റോഡ് നിയമങ്ങൾ മാറ്റുന്നു, സമൂല പരിഷ്കാരം. അവസാനം ഇലക്ട്രിക് ബസ് നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ കൈ പൊള്ളി. AK സെന്ററിൽ തിട്ടൂരം വന്നു. പിന്നെ പുള്ളി മിണ്ടിയിട്ടില്ല, തികച്ചും നിശബ്ദൻ. ഇതാണ് കഥ. ഈ പേഴ്സണൽ സ്റ്റാഫൊക്കെ 2.5 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും. പിന്നെ ആയുഷ്കാല പെൻഷൻ. അങ്ങനെ ഈ മന്ത്രിമാർക്കെല്ലാം ആവറേജ് 20-25 പേര് പേഴ്സണൽ സ്റ്റാഫ് ആകുമ്പോൾ അവർക്ക് തന്നെ എത്ര കോടി രൂപ ഓരോ മാസം നൽകേണ്ടി വരുന്നു. എന്തിനാ ഇത്രയും പേഴ്സണൽ സ്റ്റാഫ്? എനിക്കറിഞ്ഞുകൂടാ. ജോലി ചെയ്യാൻ സെക്രട്ടേറിയറ്റിലൊക്കെ വേറെ ആൾക്കാരുണ്ട്, അവരാ ജോലി ചെയ്യുന്നത്. ഇവര് മന്ത്രിയുടെ കാര്യം നോക്കുക, മന്ത്രി ആരെ കാണാൻ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, അവരെ കൺസൾട്ട് ചെയ്യുക, ഇതൊക്കെ ഉള്ളു പരിപാടി. ഏരിയ 1 or 2 വേണ്ട 5 വരെ ആയിക്കോട്ടെ, അതിലപ്പുറം ഒരു സ്റ്റാഫിന്റെ ആവശ്യമുണ്ടോ? കേരളത്തിന് സാമ്പത്തിക സ്ഥിതി മെച്ചമാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഒഴിവാക്കാനാവുകയില്ലെങ്കിൽ അവരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എടുക്കാമല്ലോ. 2.5 വർഷം അല്ലെ 5 വർഷം പക്ഷേ ഇല്ലാത്ത കോൺട്രാക്ട്. മുൻ മന്ത്രിസഭയുടെ ഉൾപ്പെടെ ഒരുപാട് പേഴ്സണൽ സ്റ്റാഫിന് ഇങ്ങനെ പ്രതിമാസം കോടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് പ്രശ്നം. പിന്നെ എണ്ണമറ്റ കോർപ്പറേഷനുകൾ, അവർക്ക് നൽകപ്പെടുന്ന കാറ്, സ്റ്റാഫ്, മറ്റാനുകൂല്യങ്ങൾ, ആ ചെയർമാന്, മറ്റംഗങ്ങൾ, PSC ഉൾപ്പെടെയുള്ള ബോർഡ് മെമ്പേഴ്സ്, ഇവരെല്ലാവരും കൂടി തൂർത്തടിക്കുക കേരളത്തെ. പിന്നെ എങ്ങനെ പണം ഉണ്ടാവും? വമ്പനൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, നടപ്പാകുമോ? എവിടെ നടപ്പാകുകയില്ലെന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച ബാലഗോപാലിന് വരെ അറിയാം. എങ്കിലും അവതരിപ്പിക്കുക, ഇലക്ഷൻ വരികയല്ലേ. കേരളത്തെ തൂർത്തടിക്കുകയാണ് മന്ത്രിമാരും സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണർ പ്രത്യേകിച്ചും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ പുറത്ത് നിയമിക്കുന്ന ഏറ്റവും അധികം എതിർക്കുന്നത് ഗവർണറാണ്. പക്ഷെ ഗവർണർക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്? രാജ്ഭവനില് 100-ലേറെ എംപ്ലോയീസാ. എന്തിനാ? അങ്ങേരിങ്ങനെ നാട് ചുറ്റുക, ഉദ്ഘാടനത്തിനും മറ്റു പരിപാടിക്കൊക്കെ ആയിട്ട്. അതിനുവേണ്ടി അദ്ദേഹം 2.5 ലക്ഷം രൂപ പ്രതിമാസം കൈപ്പറ്റുന്നുണ്ട്. അത് 5 ലക്ഷം ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഇവർ ധൂർത്തടിക്കുന്ന ഈ പണം ആരുടെ പണമാണ്? എൻ്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. അപ്പോൾ മന്ത്രിമാരും ഗവർണറും എല്ലാവരും കൂടി ചേർന്ന് കേരളത്തെ അങ്ങോട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ പണം ഉണ്ടാകാനാ? ആരോട് പറയാൻ? കേഴുക കേരളമേ.